ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഭിനന്ദ് ലാൻഡ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന ഗെയിമാണ്. ഗൈസ്, ഈ ഗെയിം നമ്മളില്ലേ ഒരു സ്റ്റോറിയാണ് കളിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞാനാണിപ്പോൾ ആ ഗെയിമിനെന്ന് പറഞ്ഞ സ്റ്റോറി വീഡിയോ ഉണ്ട് ഗൈസ്. ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൻ്റെ സ്റ്റോറി വീഡിയോ. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കിടന്ന് ഉറങ്ങി രാവിലെ എണീച്ചപ്പോഴാണ് ഓർത്തത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമേ. കാര്യം എൻ്റെ വീടിൻ്റെ ബാക്കിലിരിക്കുന്നുണ്ട്. അതപ്പോഴും ഇവിടെ തന്നെ ഉണ്ടത് ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. വാട്ട് ഗൈസിൻ്റെ സാധനം ഇവിടെ? അയ്യോ ഗൈസ്, 50,000 കോടിയുടെ സാധനമായിരുന്നു ഗൈസ് അത്. ഗൈസ് ഇപ്പം എന്ത് ചെയ്യും ഗൈസ് അതെന്താന്ന് പറയട്ടെ. ഒരു UFO ആണ് ഗൈസ് അത്. ഗൈസ് എൻ്റെ UFO എവിടെ ഗൈസ്? വേർസ് മൈ UFO? ഗൈസ് എൻ്റെ UFO എടുത്ത ആരായാലും ഞാൻ അവരെ പോയി കണ്ടുപിടിച്ചിരിക്കും. നമുക്ക് കാറിൽ പോകണത് സേഫല്ല, ബൈക്കിൽ പോവാം. ഇപ്പോൾ 50 കോടിയുടെ സാധനമാണ് ഗൈസ്. എൻ്റെ വില അടിപൊളി സംഭവം. നമുക്ക് ഏറി പറക്കാം, അടിപൊളിയല്ല. 50 കോടിക്ക് പോയി മാറ്റിയതാണ് ഗൈസ്. ശരിക്കും ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്, ഞാൻ അടിച്ചു മാറ്റിയതൊന്നുമല്ല. എന്നിട്ടോ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പരിപാടി ഇങ്ങനെ ഇമാതിരി പരിപാടി കാണിച്ചത് എന്തായാലും മോശത്തരമല്ലേ ഗൈസ്. നമ്മളെ പുതിയ എയർപോർട്ട് ഉണ്ടല്ലേ, സെറ്റപ്പ് ആക്കിയല്ലേ ഇവരൊക്കെ. പക്ഷെ എന്തായാലും ആരായിരിക്കും? ചേടാ, പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരെവിടെ? 26 വണ്ടി കൊണ്ടകത്ത് വെച്ചിട്ടിരിക്കണേ. കാര്യം ഞാൻ പറയട്ടെ. അയ്യോ സാറേ, എൻ്റെ കാര്യം പറയല്ലേ സാറേ, ഞാൻ വണ്ടി പാർക്ക് ചെയ്യാം സാറേ. അവിടെ പോലീസുകാർ മാത്രം പാർക്ക് ചെയ്യുന്ന സ്ഥലമോ? നീ ഒന്ന് മാറ്റി പാർക്ക് ചെയ്യും. ഓക്കെ സാറേ, പോലീസുകാർ മാത്രം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പാർക്ക് ചെയ്യത്തില്ല സാറേ. എന്നിട്ടാണ് നിൻ്റെ സംസാരമൊക്കെ ഒരു മോശം സംസാരമുള്ള മോശമോ സാർ? ഇവിടെയുള്ള പോലീസുകാരൊക്കെ എവിടെ സാറേ? എന്തിനു വീഡിയോ വെച്ചിടാനാ? അയ്യോ അതല്ല, എൻ്റെ വീട്ടിലുള്ള UFO കാണാനില്ല. UFOയോ? താനാണല്ലേ ഇപ്പം ആ UFO പൈസ കൊടുക്കാതെ വാങ്ങിച്ചത്. എൻ്റെ പൊന്ന് സാറേ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് സാറേ. എന്നാ കടയിലുള്ളവരെന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ? ആ കടയിലുള്ളവർ കംപ്ലയിൻറ്റ് ചെയ്തെന്നാ ഗൈസ്? ഞാൻ ചോദിച്ചു നോക്കട്ടെ ഗൈസ്, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ, അതെങ്ങനെ ശരിയാവും? സ്വിച്ച്. ഹലോ, ഇല്ല ഗൈസ്, സംസാരിച്ചിട്ട് ഗൈസ് അവർ പറയണത് എന്തായിരുന്നെന്നാ, നമ്മൾ പൈസ കൊടുത്ത് മറ്റേ പൈസ നിങ്ങൾ എടുത്തോണ്ട് പോകുന്നൊരു ഡൗട്ടുണ്ടെന്ന്. പൈസ നിങ്ങൾ തന്നു എനിക്കറിയാം, പക്ഷെ നിങ്ങൾ പൈസ എടുത്തോണ്ട് പോയെന്ന്. എൻ്റെ കയ്യിൽ ആ പൈസയൊന്നുമില്ല. എന്നാലും അതെങ്ങനെ ശരിയാവും? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ. ഇല്ല, ഇവന്മാരൊന്ന് പേടിപ്പിക്കാം. എടോ സത്യം പറയണം, എവിടെ സാധനം? ഞാൻ ഇത് മൊത്തം മിസിലിട്ട് പൊട്ടിക്കൊന്നും വേണ്ട. അത് എയർപോർട്ടിലുണ്ട്. പോയെടുത്തോ. സ്ഥലം കളിയാക്കിക്കോ. അങ്ങനെ പറ. എയർപോർട്ടിലുള്ള സംഭവങ്ങൾ അവന്മാർ തരണില്ല. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? അല്ല, അത് അവന്മാരടുത്ത് ചോദിച്ചിട്ട് വന്നിട്ട് എടുത്തോ മതി. അങ്ങനെ ചെയ്യുന്നുള്ളൂ. അവന്മാർ കള്ളന്മാരത്തരം കാണിക്കുന്നില്ല അടങ്ങിയൊക്കെ. തെമ്മാടിത്തമ്മളെ. പിന്നെ ഞായറാഴ്ച കട അടിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും കടയിൽ പോയി നോക്കാം. കടയിൽ എന്തായാലും ആ കാറൊക്കെ മാറ്റി ഒരുത്തൻ കാണുമല്ലോ. ഒരുത്തനല്ല, മാനേജറാണ് ഉറപ്പാണ്. നമ്മൾ പുറമെ അടിച്ച് പൊളിക്കും. മര്യാദയ്ക്ക് ആരും ചെയ്തിട്ടുണ്ട്. അമ്മമാർക്ക് എന്തോ കള്ളത്തരം ലക്ഷണമുണ്ട്. ഹോനോ നമ്മൾ ഫൈനലി അവിടെ തന്നെ എത്തി ഗൈസ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇവന്മാരിത് എന്ത് കാണിക്കുന്നെന്ന്. ഗൈസ്, ഇവിടുത്തെ മാനേജറിനെ കൊന്നോളെ. മാനേജറിൻ്റെ റൂമൊക്കെ എനിക്കറിയാം. ഇതൊരു വലിയ വീട് പോലെ. അവൻ്റെ മോന്തൊക്കെ ഇട്ടിട്ടുണ്ട് ചവിട്ട് കൊടുക്കണമല്ലോ. ഞാൻ ചോദിച്ചിട്ട് വരാമേ സംഭവം എന്താണെന്ന്. ഗൈസ്, അപ്പോൾ അവൻ പറയണത് നമ്മൾ ഇന്നലെ പൈസ കൊടുത്തിട്ട് രാത്രി ഉറങ്ങിയപ്പോൾ എന്തോ ഒരു സംഭവം നടന്നെന്നല്ല. രാത്രി ആരോ വന്ന് ഇവിടുത്തെ പൈസ എടുത്തുകൊണ്ട് പോയി. ലാസ്റ്റ്
എന്നിട്ട് ഇവിടെ കള്ളന്മാർ വന്നാണ് പറയണത്. CCTV കാണിച്ചപ്പോൾ ഒരുത്തം മുന്നിൽ എടുത്തുകൊണ്ട് പോയി. കറക്റ്റ് എൻ്റെ വേഷം. അത് ഞാനാണോ? നിങ്ങളെന്ത് പറയുന്നു? അത് ഞാനൊന്നും അല്ല ശരിക്കും. എനിക്കല്ലേ വട്ടല്ലേ പിന്നെ. ധാരാണെങ്കിലും കണ്ടുപിടിക്കണം. എനിക്കിപ്പോഴാ ഗായ്സ് അത് അവനാണ്. എനിക്കിപ്പോഴല്ലേ ഗായ്സ് അവനെ ഓർമ്മ വന്നത്. അവനെ ഞാൻ പിഴിഞ്ഞെടുക്കുമെന്നു. ഗായ്സ് അതാരെന്ന് എനിക്കറിയാം ഗായ്സ്. അതെൻ്റെ ഒരു ശത്രുവാണ് ഗായ്സ്. ആ ശത്രുവിനെ ഞാൻ ഇന്ന് പിഴിഞ്ഞെടുക്കുമല്ലോ. ആളെ ഉള്ളതല്ല ഗായ്സ്, അവൻ തന്നെ ഗായ്സ്. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു യൂഫ് നീ മയക്കണമെങ്കിൽ കൊടുത്തിട്ട് ഞാനൊരു മോന്തക്കിട്ട് 2 ചവിട്ട് കൊടുത്ത്. അതിനവൻ എൻ്റെ വീടിന് മറ്റേ അവിടെ നിന്ന് യൂഫിൽ പൈസ എടുത്തോണ്ടോ ഇല്ലടാ. യൂഫ് പോലീസുകാർ പിടിക്കാൻ ഇതിനുള്ള പണി ഞാൻ തരാണ്. നീ എവിടെടാ? നിന്നെ ഞാൻ കണ്ടോ? സ്ഥാണ്ട് ഇവൻ തന്നെ ഗൈസ് അവൻ. എടാ നീ കുറേ ഓവർ ആക്ഷൻ ഷോഫ്. ഞാൻ എന്തൊരു ബാങ്കിലെടുക്കണം. അയ്യോ ഞാൻ വണ്ടിയിൽ നിന്ന് വീണേ. എന്തടേ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയുടെ കാര്യം. അയ്യോ ഗൈസ് എൻ്റെ തല ഇടിച്ച് കഴിഞ്ഞാൽ ചത്ത് ഗൈസ്. ഷടാ ഗൈസ് അത് അവൻ കാരണം ഗൈസ്. അവനെ കളിയാക്കി ഗൈസിനെ അവൻ കാരണം മാത്രമാണ് ചത്തിട്ട്. വെയിറ്റ് 1 മിനിറ്റ് ഗൈസ്. അവനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ബൈക്ക് അവിടെ പോയി. അതുകൊണ്ട് ഇല്ലെങ്കിലും അവനെ എൻ്റെ ഇടിക്കുള്ള മൂഡ് ഞാൻ ഓണാക്കിയല്ലേ. അവനെ ഇടിക്കാത്തതാണ്. അവൻ മിക്കവാറും എൻ്റെ വീട്ടിൽ വന്നതാണ്. അതുകൊണ്ട് ഞാൻ കാർ യൂസ് ചെയ്യണമല്ലോ. എൻ്റെ കാറ് പൊട്ടിക്കാൻ എനിക്ക് വയ്യ. കുറേ രൂപയുടെ കാറാണ്. അവൻ്റെ പുറം ഇവിടെ ഇടാം. എൻ്റെ പുറം അപ്പോൾ ഇവിടെ തന്നെ വന്ന് കാണും ഗൈസ്. അവൻ എന്നെ ആണെങ്കിൽ അവൻ ഇവിടെ വന്ന് കാണും. പറഞ്ഞില്ല അവൻ തന്നെ ആടാ. തന്നില്ലടാ എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. നീ എന്തിനാ എന്നെ അടിക്കടാ? നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലടാ. ഞാൻ പറഞ്ഞില്ലടാ. താന്തോടാ എന്നെ അടിക്കണ. എടാ ഞാൻ മര്യാദക്കിൻ്റെ അടുത്ത് പറഞ്ഞാണ്. നീ എന്തിനാ പൈസ എടുത്താ? പൈസ എടുത്തേക്കണല്ലേ. നീ പൈസ എടുക്കോടാ. അയ്യോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നിന്നെ ഹോസ്പിറ്റലല്ലേ. അതിന് എണീറ്റിട്ട് വേണടാ. നിന്നെ ഞാൻ എണീപ്പിക്കട്ടാ. ചത്തിൻ്റെ ശവം കൊണ്ടുപോട്ടെ ഹോസ്പിറ്റലിൽ. ശവം കൊണ്ടുപോയിട്ടുള്ള കാര്യമുണ്ടോ? നീ തീർന്ന് മര്യാദയ്ക്ക് ആ പൈസ വേണമെന്ന് പറയടോ. ചത്തിട്ട് ഇങ്ങനെ ചോദിക്കണം. അവൻ്റെ വീട്ടിൽ കയറണം. എന്നിട്ട് അവൻ്റെ കറണം കുത്തിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം. അവൻ്റെ വീട് എവിടെ നിന്ന് എനിക്ക് നല്ല ഓർമ്മ അറിയാം. ദിവസം വലിയ ഡോണെന്നാണ് അവൻ്റെ വിചാരം. 50,000 കോടി അവൻ്റെക്കുണ്ട്. അതുകൊണ്ട് കൊടുക്കണം. അവനെ വെറുതെ വിടില്ല. അവനെ കൊന്നോളന്നല്ലേ. എന്തിനു വെറുതെ വിടണ? ഷടായി പൊട്ടൻ ഞാൻ തന്നെ അല്ലാടേ. എന്താ കാണിച്ച പരിപാടി ഭയങ്കര മോശം. എന്താടാ എൻ്റെ 50 കോടി ഞാൻ എടുത്തിരിക്കുക. അവൻ കള്ളത്തരം കാണിക്കും. എന്നിട്ട് എൻ്റെ UFO തരാതിരിക്കണം. എൻ്റെ പൈസ ഞാൻ കാണിച്ചു തരടാ. 50 കോടി അവൻ എടുത്തു വച്ചേക്കണല്ലേ. ഇന്നല്ലേ 50 കോടി കിട്ടി. എനിക്കിനി അങ്ങോട്ടൊന്നും പോകാൻ വയ്യ ഗൈസ്. GP കൊടുക്കാം. ഹലോ 50 കോടി കിട്ടിയിട്ടുണ്ട്. ഞാൻ GP ചെയ്ത് തരാം. GP ചെയ്തൊന്ന് കൊടുക്കട്ടല്ലേ. പാവങ്ങൾ അടിച്ച് പൊട്ടിക്കും തോന്നുന്നു എനിക്ക്. ഇനി എൻ്റെ UFO എയർപോർട്ടിൽ കൊടുക്കട്ടെ. ഫൈൻ മുമ്പില്ലേ. എനിക്ക് ആ പോലീസിനെ കൊന്നെടുത്താൽ കൊണ്ടുകൂടാ. ആ പോലീസിനെയും കൂടെ അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് നാട് വിട്ടാലോ ആ UFOയും കൊണ്ട്. വാട്ട് എ പ്ലാൻ. കാരണം എൻ്റെ ബൈക്ക് ഒരു കാർ എടുത്ത് നമുക്ക് രക്ഷപ്പെടാം. കാർ എയർപോർട്ടിൽ നമുക്ക് നിർത്തിയിടാം. ഫസ്റ്റ് നമുക്ക് UFO എടുക്കണം. വേണ്ട UFO എടുക്കേണ്ട ആവശ്യം. നമുക്ക് UFO എടുക്കുന്നതിന് മുമ്പ് ആ പന്ന പോലീസിനെ വന്നിട്ട് നമുക്ക് UFO എടുത്തുകൊണ്ട് നാട് വിടാം ഗൈസ്. എന്ത് ഐഡിയ. പിന്നെ പോലീസിൽ ഒരു പോലീസേ ഉള്ളൂ. ബാക്കി പോലീസ് വേറെ കേന്ദ്രത്തിലായിരിക്കും വരാം. അവരെ സ്വന്തം കേന്ദ്രം ഉണ്ടേ. അവിടെ 2000 പോലീസാണ്. അതുകൊണ്ട് ഇത്ര റിസ്ക് കാര്യമാണ്. പക്ഷെ റിസ്ക്കൊക്കെ നമുക്ക് റിസ്ക് സാപ്പിട മാതിരിയാണ് ഗൈസ്. അതുകൊണ്ട് അവന്മാരെയൊക്കെ നമുക്ക് ഇപ്പം ഇടിച്ചിടാം. വേറെ വണ്ടിയിൽ പണി തരുന്നുണ്ട് അവറാച്ച. നീ എന്നെ കുറേ എനിക്കവന് ഇഷ്ടമല്ല. വണ്ടി ഓടിക്കാറിയാത്ത എന്നെ തന്നെ ഞാൻ എന്തിനാ അടിക്കുന്നു. അങ്ങനെ ഞാൻ തീർക്കും ഗൈസ്. അപ്പോൾ ഇതിനും കൂടെ കൊന്ന ഈ നാട്ടിലെൻ്റെ ശത്രുക്കളായിട്ട് കള്ളനും പോലീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീർന്നറ പോലീസ് കള്ള.
നിന്റെ 16 ഞാൻ കാണിച്ചു തരാടാ. ഇറങ്ങടാ ഞാൻ വണ്ടി. അവനെ ഞാൻ കാണിച്ചു കേക്ക് എടുക്കും. എൻ്റെ താന്തറ തോക്കൊക്കെ എടുക്കടാ. എടാ എൻ്റെ തോക്ക് കാണിച്ചിട്ട് എന്നെ തന്നെ പറ്റിക്കാൻ നീ നോക്കണ്ട. ഇത് റിയലാ, എൻ്റെ ഫേക്കാ. എന്ത് ഫയർ ചെയ്യാൻ നോക്കണം എന്നിട്ട്. യെസ് ഗൈസ്, ഒന്ന് ഗൈസ് എനിക്ക് 1 സ്റ്റാർ റേറ്റിംഗ് ആയോ? അശോ ഗൈസ്, ഒരു പോലീസ് മാത്രമേ ഉണ്ടായിരുന്നോടെ ഈ നാട്ടിൽ. 5 അങ്ങനെ പറ. ഞാൻ വിചാരിച്ചു വല്ല 100 കോടി പോലീസാണുള്ളൂ. ഗൈസ് ഒരൊറ്റൊരു പോലീസിനെ കൊന്നാ പിന്നെ കൊന്നു ഗൈസ്. എനിക്ക് റേറ്റിംഗ് ഒന്നും കിട്ടിയില്ലല്ലോ. പക്ഷേ 1 സ്റ്റാർ റേറ്റിംഗ്. 1 സ്റ്റാർ ഒന്നും കിട്ടിയില്ലല്ലോ. റേറ്റിംഗ് അല്ലല്ലോ 1 സ്റ്റാർ. ഇത് 1 സ്റ്റാർ, 1 സ്റ്റാർ പോലും കിട്ടിയില്ല എനിക്ക്. ഇത്ര ഈ നാട്ടിൽ പോലീസായിട്ടൊന്നും ഇല്ലേ? ഗൈസ് നമുക്ക് UFO കയറി സ്ഥലം വിടാം. UFO വേണോ? അതിൻ്റെ ഇവിടുത്തെ പെയിൻ എടുത്താൽ പോലെ. പക്ഷേ ഞാനത് പൊട്ടത്തരം കാണിക്കണം. UFOയ്ക്ക് വേണ്ടിയില്ല ഇത്ര പണിയാക്കും. മര്യാദയ്ക്ക് UFO കയറി സ്ഥലം വിട്ടാൽ മതി. ഇതിൻ്റെ UFO ഞാൻ കണ്ടുപിടിക്കട്ടെ. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. ഞാൻ എൻ്റെ UFO പറത്ത് വീട്ടിൽ കൊണ്ടുവന്നു. നമുക്ക് വീട്ടിൽ നിന്ന് പോവാം. ഗൈസ് 50 കോടി UFO എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഗൈസ് നമുക്ക് നാട്ടിലൊരു ബൈ ബൈ പറഞ്ഞല്ലോ. അല്ല, അടുത്ത വർഷം എന്തായാലും ഞാൻ വരും ഈ നാട്ടിൽ. നമുക്ക് ഏലിയൻ ഷിപ്പൊക്കെ കണ്ടിട്ട്, അല്ലെ ഏലിയനെയൊക്കെ കണ്ടിട്ട് പോവാം ഗൈസ്. അല്ല വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നൊന്നുമില്ല. ബൈ ബൈ.